വനത്തിനകത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചിലപ്പം കാട്ടുപന്നി, കരടി ഒക്കെ ചിലപ്പോൾ എടുത്ത് ചാടും. വളരെ അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതുവഴി തന്നെ പോവാം. ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയ ആ സ്ഥലത്താണ്. അതായത് കാഞ്ചിനട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അപ്പോൾ ഇതാണ് കാഞ്ചിനട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്. നേരത്തെ ഇവിടെ ഈ കോൺക്രീറ്റും തറയോട് പാകിയ റോഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ തറയോടും കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ കണ്ടില്ലേ, ചെറിയൊരു തോടൊക്കെ ഇവിടെ ഒഴുകുന്നുണ്ട്. മഴ സമയമായതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട്. എല്ലാ ശനിയാഴ്ച ദിവസവും, അതുപോലെ മലയാള മാസം 1-ാം തീയതിയും മറ്റു വിശേഷ ദിവസങ്ങളിലും, പിന്നെ ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ 61 വിളക്ക് വരെയും ഇവിടെ ആരാധനയുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു ഇടമാണ് കാഞ്ചിനട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ വിശ്വാസികൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങാവുന്നതാണ്. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. അതുപോലെ തന്നെ ഈ ചുറ്റുമലിനകത്ത് തന്നെയാണ് ഒരു കാവുള്ളത്. ഇവിടെ മുഖ്യപ്രതിഷ്ഠയായ ശാസ്താവിന് പുറമെ നാഗദൈവങ്ങളും ഗണപതിയും ദേവിയും ശിവഭഗവാനുമൊക്കെ ഇവിടെ ആരാധിക്കുന്നു. ജ്യോതിഷ വിശ്വാസപ്രകാരം ശനിദോഷം ബാധിച്ച ഒരുപാട് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ നടയിൽ നീരാഞ്ജനം കഴിപ്പിക്കാൻ എത്താറുണ്ട്. ക്ഷേത്രത്തിന് പുറത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു ആൽവൃക്ഷമുണ്ട്. അവിടെയും ഇവിടത്തുകാർ ഒരു വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നു. ഓണമാവാറായി വന്നപ്പോഴത്തേക്ക് തുമ്പച്ചെടിയൊക്കെ ധാരാളം ഇവിടെ പൂത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഔഷധമാണ് തുമ്പ. അതേപോലെ തന്നെ ഇവിടെ ഈ തേമൽ, പറ്റൽ അതിനൊക്കെ അരച്ച് ശരീരത്ത് പുരട്ടാൻ പറ്റുന്ന പച്ചമരുന്നാണിത്. നമ്മളെ നാട്ടിൽ ഊളന്തകരയെന്നും പൂലാത്തി ചെടി എന്നൊക്കെ പറയും. അതിലൊരു വണ്ട് വന്നിരുന്ന് തിന്നുന്നുണ്ടോ ഇല? ഇവിടെ ആയിട്ട് ഈ കോൺക്രീറ്റ് റോഡും ചെറിയ പാലമൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട്. കണ്ടോ, അവിടെ നിന്ന് ഒരു തോട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു തോട് വരുന്നുണ്ട്. കണ്ടോ, ഈ കാണുന്ന തോടെല്ലാം കൂടി ചേർന്നിട്ട് ചെന്ന് ചേരുന്നത് വാമനപുരം നദിയിലാണ്. അതേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ധാരാളം തേനീച്ച കൂടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല, നല്ല കുത്ത് കിട്ടും. ഇവിടെ കണ്ടോ തോടിനരികിലായിട്ട് 2 വലിയ വൃക്ഷം നിൽക്കുന്നത്. നേർക്കാഴ്ചയിൽ വളരെ വലിപ്പമുള്ള വൃക്ഷങ്ങളാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്ന സ്റ്റേജാണ് കേട്ടോ. നല്ല രസമായിരിക്കും അല്ലേ ഇവിടെ ഇരുന്ന് പ്രോഗ്രാം കാണാൻ. അടുത്ത് വനവും നല്ല തണുപ്പായിരിക്കും ആ സമയത്തൊക്കെ. കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കണ്ട 2 വൃക്ഷങ്ങളാണ്. ഭീകര വൃക്ഷങ്ങളാണ്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി നോക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഉണങ്ങി മോളിഞ്ഞിരിക്കുന്നത് കണ്ടോ, നല്ല കട്ടിയുള്ള തൊലിയാണ്, വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇത് പോങ്ങ് വൃക്ഷമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കൃത്യമായിട്ട് അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പുറത്തേക്കുന്ന ആഞ്ഞിലാണ്, അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം. കണ്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, നല്ല ഹൈറ്റുണ്ട്. കണ്ടോ, ഇതിൻ്റെ മൂടൊക്കെ നശിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെയാണ് തോടൊഴുകി പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ല തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ വൻ വൃക്ഷങ്ങളൊക്കെ. കണ്ടില്ലേ, ഇതും ഒരു ആഞ്ഞിൽ വൃക്ഷമാണ്. ഈ തോടിങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് ഒഴുകി പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിവിടെ വെച്ച് ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മളിനി വനത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആണേ, അപ്പോൾ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അതിനകത്ത് ഇപ്പം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നമ്മൾ വനത്തിലേക്ക് കയറാൻ വേണ്ടി വണ്ടി ഇരിച്ചപ്പോഴത്തേക്കും ഇവിടെ ധാരാളം ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറക്കുന്നത് കണ്ടു. അപ്പോൾ ഇതെല്ലാം ഒരേ നിറത്തിലുള്ളതാണ്, മഞ്ഞ നിറത്തിലുള്ളതാണ്. ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ, അങ്ങനെ പല തരത്തിലുള്ള ചിത്രശലഭങ്ങൾ കണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് പറന്നു പോയതാണ്. ഞങ്ങളിത് കണ്ടുകൊണ്ട് ഗൂഗിളിൽ ഫോട്ടോ സെർച്ച് കൊടുത്തപ്പോഴത്തേക്കും ഗൂഗിൾ പറയുന്നത് ഇത് സിംഗപ്പൂരിലെ വനപ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നതെന്നാണ് ഗൂഗിൾ പറയുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഇവിടെ ഈ ബുൾ ഫ്രോഗ് എന്ന് പറയുന്ന തവളകളെയും കണ്ടിട്ടുണ്ട്. അതും നല്ല മഞ്ഞ നിറത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് മധ്യപ്രദേശിലും ആസാമിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇപ്പം എന്താ സിംഗപ്പൂരിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളും കണ്ടു. നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിനുള്ള പ്രത്യേകത എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്ലാന്റേഷൻ ഫോറസ്റ്റിനകത്തൂടെയുള്ള രസകരമായ യാത്രയാണ്. ഈ ഭാഗത്തൊക്കെ ഏകദേശം വൃക്ഷങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്, റീപ്ലാന്റേഷനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് കിടക്കുകയാണ്. ഇതിൻ്റെ കുറ്റികൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായി ഇത് മുറിച്ചിട്ട്. അതിൻ്റെ കൂടെയുള്ള ചെറിയ വൃക്ഷങ്ങളൊക്കെ ഇപ്പോഴും വളർന്ന് പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. റോഡൊക്കെ അത്യാവശ്യം തറയോട് പാകി വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ തന്നെ ഏതുവരെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഹൈമാക്സ് ലൈറ്റിൻ്റെ അവിടെ വന്ന് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് വഴി ഇടത്തോട്ടുമുണ്ട് വലത്തോട്ടുമുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ് വലത്തോട്ട് പോകാം, അവിടെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല റോഡല്ലേ, അങ്ങോട്ട് പോകാം. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അകത്തോട്ടൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ട്. മഴയെങ്ങാനും വന്നാൽ പെട്ട് നമ്മൾ. കാരണം കയറി നിൽക്കാൻ ഈ വൃക്ഷത്തിന്റെ ചുവടല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ എന്തോ ആരോ ചെറുതായിട്ട് തീയൊക്കെ ഇട്ട് കേട്ടോ. അടിപൊളി ഏരിയ, കൊള്ളാം. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടത് സൈഡിൽ വൃക്ഷങ്ങളൊന്നുമില്ല, എല്ലാം മുറിച്ച്. വലത് സൈഡിൽ അത്യാവശ്യം വൃക്ഷങ്ങളുണ്ട്. ചൂരൽ ചെടി കിടക്കണ, ചൂരൽ ചെടി കണ്ടോ, ഇതാണ് ചൂരൽ. അതാണ് ചൂരൽ. കാടെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഈ റോഡിന്റെ സൈഡിലുള്ള കാടെല്ലാം വൃത്തിയാക്കിയിടുന്നുണ്ട്. അത് നല്ലത് തന്നെ. കോൺക്രീറ്റ് റോഡ് കുറച്ച് അപ്പുറം വരെ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ മൺപാതയാണ്. എന്തായാലും കൊള്ളാം. ഒരു വൃക്ഷം അവിടെ ഉണങ്ങി ഇലവഴിഞ്ഞ് നിൽക്കുന്നതാണ്, നല്ല രസമുണ്ട്. ഇടത്തോട്ട് ഒക്കെ ഉണ്ട് വഴി. രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ ഈ മൺപാതയിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകാനായിട്ട് നല്ലൊരു ഫീല്. കുറച്ച് അപ്പുറത്ത് വെച്ചൊരു മാമനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം പാലോട് പോകാനുള്ള വഴി നമ്മൾ ചോദിച്ചു. ഈ കാണിക്കപ്പെട്ടിയിലാണെന്നല്ലേ ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ നിന്നാണ് തിരിയേണ്ടത് നമുക്ക്, ഇടതോട്ട്. എന്തായാലും പോയി നോക്കാം. വെള്ളയൻ ദേശത്തിന്റെ കൈലാസത്തിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ സൂര്യൻകുന്നം എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. സൂര്യൻകുന്ന് ശിവക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കുകയാണ് നമ്മള്. അപ്പം ഇവിടെ നിന്ന് ഇതുവഴി പോവാം. ഇങ്ങോട്ടും ഒരു റോഡ് കാണുന്നുണ്ട്. അപ്പൊ അതുവഴി ആവാനുള്ള സാധ്യതയില്ല. പാലോട് ചിലപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും പോവേണ്ടി വരുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതുവഴി ഒരുപാട് വാഹനങ്ങളും പോയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത് ആരുടെ ചോദിക്കാൻ വളരെ അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതുവഴി തന്നെ പോവാം. ഇത് നോക്ക്, പാലപൂത്ത അതിന്റെ കാച്ചു കിടക്കണുണ്ടോ. പാലോട് പോകുന്ന ഇത് വഴിയല്ലേ? പാലോട് പോവാൻ വല്ലതല്ലേ? ഭാഗ്യം തന്നെ പാലോട്ട് പോകാനുള്ള വഴി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഉണ്ട്, അവിടെയൊക്കെ വീടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളുണ്ട്. കണ്ടോ, അവിടെ ഒരു പഴയ ഓടിട്ട വീടുണ്ട്. ഇവിടെ ഒരു പുതിയ വീടാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ വീണ്ടും കോൺക്രീറ്റ് റോഡായി. അത് കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു, വീണ്ടും ഓഫ് റോഡായി. ഉണ്ണിക്ക് ഓഫ് റോഡിൽ ഓടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന്. പക്ഷെ നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, റബ്ബർ ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാഴ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. നോക്കിയാണ് കുറെ പശുക്കളൊക്കെ ഒന്ന് മേയുന്നുണ്ടോ വയലില്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല പച്ചപ്പില്. കൊള്ളാല്ലേ? ഈ കാണുന്ന ചെറിയ തോടും മൺപാതയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പണ്ട് നമ്മൾ തോർത്ത് കൊണ്ട് വിരിഞ്ഞ് ഒരുപാട് പരൽമീനിനെയൊക്കെ അരിച്ച് പിടിച്ചതും, അതുപോലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള മൺപാതയിലൂടെയൊക്കെ ഒരുപാട് നടന്നു പോയിട്ടുള്ളതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്.
എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സ് പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ യാത്രയിലുമുള്ള സന്തോഷം ഇതൊക്കെയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്കും നൊസ്റ്റാൾജി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒരു ക്ഷേത്രമൊക്കെ കാണുന്നത് കേട്ടോ. അത് ഏത് ക്ഷേത്രമാണെന്നോ അറിയില്ല. കൂടുതൽ റബ്ബറാണ് ഇവിടെ, റബ്ബർ. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ചാകപരികാവ് ആക്രി വണ്ടി പോയി. ഈ തോട് കണ്ടോ? ഈ തോട് ഒരു മഞ്ഞ കളറിൽ കാണുന്നുണ്ടോ? അപ്പം അതിനടിയിൽ നിറയെ ഓരാണ്, ഓര്. അപ്പോൾ ഓര് നിറഞ്ഞ തോടാണ്. അയ്യോ, ഇവിടെ പണിയാണല്ലേ. ഇവിടെ മൊത്തം ആകെ തൊളിയും കുണ്ടും കുഴിയായിട്ട്. ഉണ്ണീര് വണ്ടിയിലെ ടയറ് ജർമ്മൻ ടയറാണ്, അപ്പൊ അതുകൊണ്ട് തെന്നൂല. അപ്പൊ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മനോഹരമായിട്ടുള്ളൊരു ആയിരവല്ലി ദുർഗാദേവി ക്ഷേത്രമുണ്ട് കേട്ടോ. ചെറിയ ക്ഷേത്രമാണ്, കൊള്ളാം, നല്ല ഭംഗി. ഈ ഒരു പ്രദേശത്ത് ഈ ക്ഷേത്രം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം വെള്ളയം ദേശം ആയിരവല്ലി ദുർഗാ ഭഗവതി ക്ഷേത്രം ആണിത് കേട്ടോ. അപ്പം 16ാമത് പ്രതിഷ്ഠാ വാർഷിക വരവ് ചെലവ് കണക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം 16 വർഷമായി ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയെ കഴിഞ്ഞിട്ട്. കൊള്ളാം, മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. തറയോടൊക്കെ പാവിയിട്ടുണ്ട്. ഒരു ചെറിയ അമ്പലക്കിണറൊക്കെ ഉണ്ട്. കൊള്ളാം, ഒതുങ്ങിയ ഒരു സ്ഥലം, അടിപൊളി, നല്ലൊരു വൈബുള്ളൊരു ക്ഷേത്രം. ചെറുതാണെങ്കിലും സൂപ്പർ. നല്ല പച്ചപ്പും അതുപോലെ നല്ല തണലും മൺപാതയും എല്ലാം കൂടി നല്ലൊരു ഫീൽ ഇതുവഴി വണ്ടി ഓടിച്ച് പോകാൻ. ഇത് മുഴുവൻ റബ്ബറാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പം ഇതേപോലെയുള്ള മൺപാതകളുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പല്ലേ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ? അയ്യോ, കാരണം അത് ആറാണ്. ഒരു ആറിന്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഒന്ന് അങ്ങോട്ട് നടന്ന് പോയിട്ട് വരാം. ചെറിയൊരു വഴി കിടക്കുന്നു അവിടെ. അവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളത് പോലെയൊക്കെ തോന്നുന്നു. ഇവിടെ കുരങ്ങന്മാർ ഒരുപാടുള്ള ഏരിയയാണ് തോന്നുന്നത്. കാരണം കരിക്ക് ഒരുപാട് അടുത്ത് തള്ളിയിരിക്കുന്നു. മണ്ടിലാണ് ഇരിക്കുന്നത്. കൊള്ളാം, സൂപ്പർ സ്ഥലം കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. കൊള്ളാം. എന്തൊക്കെയോ പേരറിയാത്ത കുറേ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആണ്ട് അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് വേണമെങ്കിൽ അങ്ങോട്ട് നടന്നിട്ടൊക്കെ വരാം. കൊള്ളാം, ഏതൊക്കെയോ വൃക്ഷങ്ങൾ. ഒരു മരം ഉണങ്ങി ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ടോ? അപ്പുറത്തുനിന്ന് വീണതാണ് കണ്ടോ. ഒരു പോങ്ങാണെന്ന് തോന്നുന്നു. വെള്ളത്തിൽ വീണ് കിടക്കുന്നു. ഉള്ള അടിപൊളി സ്ഥലം. ചെണ്ടക്കോലൊക്കെ ഉണ്ടാക്കുന്ന ഇലിപ്പ എന്ന് പറയുന്ന ഒരു വൃക്ഷം നിൽക്കുന്നുണ്ടോ? ഇതാണ് ഇലിപ്പ, കണ്ടോ? ഇലിപ്പ എന്നാണ് ഇതിനെ പറയുന്നത്. ചെണ്ടയുടെ കോലുണ്ടല്ലോ, ചെണ്ട കൊട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ചെണ്ടക്കോലൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ്. കൊള്ളാല്ലേ. ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ, ഓടി കളിക്കുന്നു. ആ ഈറയുടെ താഴെയൊക്കെ തണൽ പറ്റി ചിലപ്പം വലിയ വലിയ മീനുകളൊക്കെ കാണും. ഇവിടെ ചൂണ്ടയിട്ട നല്ല വലിയ മീനിനെ കിട്ടാം അല്ലേ? ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അടിപൊളി മീനൊക്കെ കിട്ടും ചിലപ്പോൾ ഇവിടെ നിന്ന്. ഒരുപാട് മീനുകൾ കണ്ട അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ? പരൽ മീനുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഇതുവഴി കുറച്ച് അപ്പുറത്തോട്ടൊക്കെ നടക്കാം. വണ്ടി എടുക്കണ്ട, കുറച്ചങ്ങോട്ട് നടന്ന് പോയിട്ട് വരാം. നല്ല രസമുണ്ട്, നല്ല തണലും ഉണ്ട് ഇതുവഴി നടന്നു പോകാൻ. വെറുതെയെങ്കിലും അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബോഡി ഗാർഡായിട്ട് ഉണ്ണി പിറകെയുള്ളത് കൊണ്ട് എനിക്കൊന്നും പേടിക്കണ്ട, ഏത് സ്ഥലത്തും പോവാം. കരടിയൊക്കെ മലർത്തി അടിക്കും ഉണ്ണി. കരടിയൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ. പറയാൻ പറ്റത്തില്ല. കാട്ടുപന്നി എന്തായാലും ഉണ്ട് ഇവിടെ. കാട്ടുപോത്ത് എന്നിവയൊക്കെ കാണാൻ ചാൻസ്. അടിപൊളി. നോക്ക്, കണ്ട എവിടെ കൊക്കോ? കൊക്കോയൊക്കെ ഉണ്ട് ഇവിടെ, ഒന്നും പഴുത്തിട്ടില്ല.
കണ്ട ഈ ആറ്റിൻ്റെ അരികിലായിട്ട് ഒരു കൊക്കോ മരം നിൽക്കുന്നുണ്ട്. നമ്മളവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കാണാൻ ഒരു വൈബ്. പഴുത്ത കായൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചെടുക്കായിരുന്നു. കണ്ട ഈ തണലിലൊക്കെ ഇഷ്ടംപോലെ മീൻ നിൽക്കുന്നു കേട്ടോ. കൊള്ളാം. ഇവിടെ ഒരുപാട് കൊക്കോ ചെടിയുണ്ട് കേട്ടോ. ഈ സൈഡ് മുഴുവൻ കൊക്കോ ചെടിയാണ്. പഴുത്ത കായൊന്നുമില്ല അല്ലേ ഉണ്ണി? ഇവിടെ പഴുത്ത് കഴിഞ്ഞാൽ അപ്പോഴ് കുരങ്ങന്മാർ വന്ന് തിന്നോണ്ട് പോകും. കണ്ടോ, ഇതുവഴിയൊക്കെ വഴി തെളിഞ്ഞ് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വന്നിട്ടേ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന ഏരിയ ആയിരിക്കും ഇവിടെ. അങ്ങോട്ടൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അങ്ങോട്ടൊക്കെ വീടുകൾ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ കുറച്ച് വീടുകളൊക്കെ അങ്ങോട്ട് കാണാം. അങ്ങോട്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. അവിടെ 1-2 വീടുകളൊക്കെ കാണുന്നു. അധികം അങ്ങോട്ട് പോകുന്നില്ല. കണ്ടോ ഈറ, കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇപ്പം ഇങ്ങനെ ഈറ വെട്ടായി അനുവദിക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേക അനുവാദം വേണം. പ്രത്യേകം ഇത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഈറ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി, അവർക്ക് മാത്രമേ ഇതൊക്കെ വെട്ടാനുള്ള പെർമിഷൻ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. കണ്ടോ, കുട്ട, വട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോഴത്രേ ഉള്ളൂ. നമ്മളിനി തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി ഇവിടെ നിന്ന് ചെന്ന് ഒരു പാലം ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു മെയിൻ റോഡുണ്ടെന്ന് പറയുന്നു. പറഞ്ഞു കേട്ടതാണ്, നമുക്ക് അറിഞ്ഞുവിടും. അപ്പോൾ അതുവഴി ഒന്ന് പോയി നോക്കാം. പാലോട് പോയി ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടോ. ഇതുവഴി ചെറിയൊരു പാലമാണ് കേട്ടോ. ഓട്ടോറിക്ഷയൊക്കെ ഇവിടെ കഷ്ടിച്ച് പോവേ ഉള്ളൂ. ഈ പാലം ഒന്ന് വലുതാക്കി കിട്ടിയെങ്കിലേ ഇവിടെയുള്ളവർക്കൊക്കെ വേറെ വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു. കണ്ടോ 6 ഘട്ടം. നമ്മളെ പോലെ തന്നെ കുറച്ച് പയ്യന്മാര് ഇതുവഴിയൊക്കെ കറങ്ങിയൊക്കെ വന്നു കേട്ടോ. അയ്യോ, ഒരു മരം നിൽക്കുന്ന നോക്കിയാണ്. അത് നശിച്ചങ്ങ് തീരാറായി. അതിന്റെ തൊലി മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നു. അതെവിടെ പോകാനുള്ള വഴിയെന്ന് എനിക്കറിയാൻ വയ്യ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് വന്നാണ്ട്. വെള്ളേദേശം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. കക്കോട്ട് പോകുന്ന ആയിരവല്ലി ക്ഷേത്രമുണ്ട് അങ്ങോട്ട്. വെള്ളേദേശം ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രം അങ്ങോട്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമ്മളൊക്കെ ഈ കക്കോട്ട് കുന്നിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു തോടാണ്. കക്കോട്ട് കുന്ന്. കടകളൊക്കെയാണ്. വീടും കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. കക്കോട്ട് കുന്ന്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇത് ഗ്രാമം എന്ന് പറയാൻ പറ്റൂല, ഉൾനാടൻ ഗ്രാമം. ഇവിടെ കൊള്ളാൻ കേട്ടോ, അടിപൊളി സ്ഥലം. ക്ഷേത്രം ഇവിടെ, ക്ഷേത്രം കക്കോട്ട് കുന്ന് ക്ഷേത്രം. താഴെയാണോ? ഇങ്ങോട്ട് പോയാ എങ്ങോട്ട് പോകും തന്നെ? പാലോട് പോകാൻ പറ്റൂലല്ലേ? അതന്നെ. അപ്പൊ നമ്മൾ തിരിച്ചു പോവാം. പാലോട് ഈ സ്ഥലത്തിന്റെ പേര് കക്കോട്ട് കുന്ന് എന്നാണ് കേട്ടോ. കക്കോട്ട് കുന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലപ്പേര് കേൾക്കുന്നത്. കക്കോട്ട് കുന്ന്. ഇതാണ് ആ ക്ഷേത്രം. അപ്പൊ ഇവിടെ ഈ ട്രൈബൽ വിഭാഗത്തിലെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന്റെ ഒരു ഗ്രാമീണ പഠന കേന്ദ്രമുണ്ട് കേട്ടോ. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ്. കണ്ടോ, ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാനേ, ട്രൈബൽ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ. എന്തായാലും കൊള്ളാം. അതേപോലെ ഇവിടെ ഗ്രാമീണ പുരുഷ സംഘമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം പോവാ. ഇതാണ് ആയിരവല്ലി. നമ്മൾ താഴെ കണ്ടില്ലേ, നമ്മൾ താഴെ കണ്ട ഒരു ബോർഡ് കണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ. അപ്പം ഇതാണ് ആ ക്ഷേത്രം. ഇത് ട്രൈബലിൻ്റെ ക്ഷേത്രമാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പം കക്കോട്ട് ഊന്നി പോയിട്ട് ഇനിയിപ്പം വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് പാലോട് റോട്ടിലോട്ട് പോവാം. ചെറിയൊരു വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വെള്ളയം ദേശം വണ്ടി ഇവിടെ വരുമായിരിക്കും. അത്യാവശ്യം വൃത്തിയുള്ള കക്കോട്ട് കുന്ന് അങ്കണവാടി. ഈ സൈഡിൽ ആൾക്കാർ താമസമുണ്ട്. നമ്മൾ നേരത്തെ ചെന്ന് നിന്ന സ്ഥലം സെറ്റിൽമെന്റ് ഏരിയയിലോട്ടാണ് നമ്മൾ കയറി പോയത് കേട്ടോ. വനത്തിനകത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചിലപ്പം കാട്ടുപന്നി, കരടി ഒക്കെ ചിലപ്പോൾ എടുത്ത് ചാടും. അങ്ങോട്ട് താഴോട്ടൊക്കെ വീടുകളുണ്ട്. നമ്മളെന്തായാലും കുറേ ദൂരം കൊണ്ട് ഓടുകയാണ്. ഇനി അല്പസമയം ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് പോവാം. ഇവിടെ വനത്തിനുള്ളിലോട്ട് വണ്ടി പോയ അടയാളമൊക്കെ കാണുന്നുണ്ട്. താഴോട്ടൊരു വഴിയുണ്ട്. അങ്ങോട്ടൊക്കെ വാഹനങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റുകാരുടെ വണ്ടിയാണോ ഇനി അല്ലാത്ത വണ്ടിയാണോ എന്നറിയില്ല. അതിനി അങ്ങോട്ട് വീടുകളുണ്ടാകുന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ വീടുകൾ കാണും. അവിടെ ദൂരെയായിട്ടൊരു വീട് കാണുന്നുണ്ട്. അപ്പം അവിടത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഫീൽ പ്ലേസ് ആയിരിക്കും ഈ കാണുന്നത്. അപ്പം ഇവിടെ ഒരു ചേച്ചി നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീഡിയോയിലൊന്ന് പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കാട്ടുപോത്ത്, അതേപോലെ മാന്, മ്ലാവ്, മുള്ളംപന്നി, അല്ലാത്ത പന്നി, രാജവമ്പാല ഇതിനെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കരടിയൊക്കെ ഇറങ്ങും. ഇപ്പോൾ കുളത്തൂപ്പുഴയൊക്കെ ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടല്ലോ, പാലോട് വരെയൊക്കെ പോവുകയില്ലേ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അതേപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. കാട്ടുപോത്തങ്ങനെ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഞാനും ഉണ്ണിയും കൂടെ വണ്ടിയും കളഞ്ഞിട്ട് ഓടി തള്ളേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉച്ചയായി കേട്ടോ, 1 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഓക്കെ, അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങളും പറ്റുമെങ്കിൽ ഒന്ന് ഇതുവഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. കണ്ടോ, സൂപ്പർ. അയ്യോ, നല്ല രസമായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു ട്രൈബൽ LP സ്കൂളുണ്ട് കേട്ടോ. ഈ കാണുന്നത് ട്രൈബൽ LP സ്കൂളാണ്. ഗവൺമെൻറ് ട്രൈബൽ LP അടപ്പുപാറ, പച്ചപ്പിയൂർ. ഇതെല്ലാം പാലോട് റേഞ്ചിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ കേബിളാക്കി, ഇലക്ട്രിസിറ്റി കേബിളാക്കി. കാരണം ഒരുപാട് വൃക്ഷങ്ങളൊക്കെ എപ്പോഴും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ എല്ലാം കേബിളാണ്. കണ്ടില്ലേ, ആരുമില്ല. ഏകാന്തമായി നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. കാട്ടുപോത്തൊക്കെ ഇവിടെ നിൽക്കണമെങ്കിൽ എടുത്ത് ചാടി. കാട്ടുപാതയിലൂടെയുള്ള യാത്ര മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. എപ്പോഴും ഇതുവഴി പോകുന്നവർക്ക് ഇത് അത്ര മനോഹരമായിട്ട് തോന്നത്തില്ല. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇതുവഴി വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ വീണ് പൊടിച്ച് കിടക്കുന്നതാണ് നമുക്ക് കണ്ടി. താഴെ വീണ് പൊടിച്ച് കിടക്കുന്നതാണ് കുറേ ചെടികൾ. ഇവിടെ അതുപോലെ തന്നെ ഈ ഏരിയയിൽ കുറെ കറങ്ങിയ മാവൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് വലിയ മാഞ്ചിയും മുറിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ഒരുപാട് നാളായി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട്. എല്ലാം വെടിച്ച് കയറി ഉണങ്ങിയേ കിടക്കുന്നു. ഇതൊന്നും കയറ്റി പോയില്ല. ഇതെന്തായിരിക്കും കൊണ്ടുപോകാത്തത്? അത്യാവശ്യം വലിപ്പമുള്ള വൃക്ഷങ്ങളായിരുന്നു. ഇനിയിപ്പോൾ അത് വിറകിനെടുക്കാനേ പറ്റുള്ളൂ. ഈ ട്രൈബലിലൂടെയുള്ള ആൾക്കാർക്ക് തന്നെ അത് വിറകിനായിട്ട് എടുത്തോളം പറയുമായിരിക്കും പിന്നീട്. അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വരണ്ടേ. ഇവിടെ കൂടുതലും മരുതി വൃക്ഷങ്ങളാണ് കേട്ടോ. ഇവിടെ മരുതി കേട്ടോ. ഈ നിൽക്കുന്ന മൊത്തം മരുതിയാണ് 2 സൈഡില്. ഇവിടെയൊക്കെ മൊത്തം പന്നി തോണ്ടിയിട്ടിരിക്കുന്നുണ്ടോ ഈ സൈഡില്. ഞങ്ങളങ്ങനെ കുറേ ദൂരം ഓടി വന്ന് ഒരു കോൺക്രീറ്റ് റോഡ് തിരിയുന്നതിൻ്റെ അവിടെ എത്തി.
പുതിമൂട് എന്ന് പറയുന്ന സ്ഥലം ഏതെന്ന് നമുക്കറിയത്തില്ല. സെറ്റിൽമെൻറ്റ് ഏരിയ ആണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇത് അപ്പുറത്ത് വാഹനങ്ങൾ പോകുന്നുണ്ടോ? അവിടെ മെയിൻ റോഡായി. അത് തിക്ക് ഫോറസ്റ്റ് ആണ് അങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ പോവുകയാണ്. പുതിമൂട് ഇവിടെ മുഴുവൻ ചൂരൽ. ഇവിടെ അങ്ങോട്ട് പോയാൽ തന്നെ റോഡ് ഓ, അങ്ങോട്ട് ഭയങ്കര കുഴിയുള്ള റോഡ് കേട്ടാ. അങ്ങോട്ട് പോകത്തില്ല. ഇതുവരെ കോൺക്രീറ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പാടാണ്. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ തിരിക്കുകയാണ്. മൊത്തം ചൂരലാണ്. ചൂരൽ കണ്ടോ? ചൂരലും ഇൻസുലിൻ ചെടിയാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇൻസുലിൻ ചെടി. ഇതിനെ ഇങ്ങനെ ഈ തണലുള്ള പ്രദേശത്താണ് ഇത് കൂടുതൽ വളരുന്നത്. ഇൻസുലിൻ ചെടി കണ്ടോ? പോവാ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. മെയിൻ റോഡിൽ ചെന്ന് കയറാം. നേരെ മെയിൻ റോഡിൽ കയറുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കളി മാറും. തിക്ക് ഫോറസ്റ്റ് ആണ് കണ്ടോ? അടിപൊളി റോഡാണ്. സൂപ്പറാണ്. ഇത് മെയിൻ റോഡാണ്. കല്ലറ പാലോട് റോഡിൽ വന്ന് കയറി നമ്മൾ അതുവഴി കറങ്ങി. ഇങ്ങോട്ട് തിക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോഴേ നമ്മൾ യൂട്യൂബിലൂടെയും മറ്റു വാർത്തകളിലൂടെയൊക്കെ ഒരുപാട് പ്രശസ്തമായ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ കണ്ടോ? അപ്പോഴേ നമ്മൾ സുമതി വളവിലെത്തിയിട്ടുണ്ട്. സുമതി വളവ് ബോർഡ് കണ്ടോ? സുമതി വളവ്. ഇതാണ് സുമതി വളവ്. ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് സുമതി വളവിനെ പറ്റി. സുമതി വളവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. പക്ഷേ സിനിമയുടെ കഥ ഇതല്ല, വേറെ കഥയാണ്. ഇതാണ് സുമതി വളവ് കണ്ടോ? ഒരുപാട് പേര് രാത്രി കാലങ്ങളിൽ പേടിപ്പിച്ച് തള്ളിയിട്ടിട്ടുള്ള, പേടിപ്പിച്ച് പനി വരെ വരുത്തിച്ചിട്ടുള്ള സുമതി വളവ്. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ട് സൂപ്പർ വ്യൂ ആണ് കണ്ടോ? അടിപൊളി വ്യൂ ആണ്. പൊന്മുടി മലനിരകളൊക്കെ കാണാം ഇവിടെ. അപ്പൊ ഇതാണ് സുമതി വളവ് കണ്ടോ? ഇതാണ് സുമതി വളവ്. അപ്പൊ രാത്രിയൊക്കെ ഇതുവഴി സഞ്ചരിക്കാൻ ആൾക്കാരൊക്കെ ഭയമാണ്. പ്രത്യേകിച്ച് സുമതി വളവെന്ന് അറിയാവുന്നവർക്ക് പേടിയാണ് ഇതുവഴി പോകാനായിട്ട്. ഒന്നുമില്ല, ഇവിടെ ഈ കാടും ഇങ്ങനത്തെ മൂകമായ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും. അല്ലാതെ സുമതിയൊന്നും ആരെയും ഒന്നും ചെയ്യാനൊന്നും വന്നിട്ടില്ല കേട്ടോ. അടിപൊളി. ഇങ്ങോട്ടെല്ലാം റീപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി വൃക്ഷങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ടെല്ലാം തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ ആഞ്ഞിൽ വൃക്ഷങ്ങളൊക്കെയാണ് ധാരാളമായിട്ടുള്ളത്. ഈറ നിൽക്കുന്നുണ്ടോ? പുതിയ ഈറക്കമ്പുകൾ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈറ. അപ്പോഴിതാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാവർക്കും വാർത്തകളിലൂടെ സുപരിചിതമായ സുമതി വളവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.